വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബാങ്കോക്കിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് കുറച്ച് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാറ്റിനം മോളിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കിതുപോലെ ടൂറിസ്റ്റ് ഗൈഡ്സൊക്കെ വരാറുണ്ട്. അപ്പം ഇത്ര രൂപയ്ക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അപ്പൂനോട് ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആ കാണുന്നത്. ഹലോ, എല്ലാവരും ഇച്ചിരി കരുവാളിച്ചാണോ ഇരിക്കുന്നത്? കണ്ണാടിയുടെ മാത്രമല്ല, എല്ലാവരും ഇച്ചിരി നിന്റെ ഡ്രസ്സുകളാ സൂപ്പർ. അപ്പോൾ ഞങ്ങൾ മെട്രോ എടുത്താണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളിപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലിറങ്ങി നമ്മൾ പ്ലാറ്റിനം മോളിലോട്ട് പോവുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൽവിയുടെ ഷോറൂം, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇവിടെ നമ്മളിങ്ങനെ മോളിൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോഡിലിറങ്ങി നമുക്ക് അങ്ങനെ പോകുന്നു വേണ്ട. ഇതുപോലെ ഇങ്ങനെ അതായത് ഓരോ മോളിനകത്തും തന്നെ എക്സിറ്റ് ഉണ്ട്. നമുക്ക് ആ എക്സിറ്റ് എടുത്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പം റോഡിലിറങ്ങി നമുക്ക് വണ്ടിയുടെ ആ ട്രാഫിക്കൊന്നും പെടാതെ തന്നെ നമുക്കിങ്ങനെ പോകാവുന്നതാണ്. അപ്പം അത് നല്ലൊരു കാര്യമായി. പിന്നെ ഞങ്ങൾ നവംബറിലാണ് പോയത്. അപ്പം ക്രിസ്മസിന് മുന്നോടിയായിട്ട് അവരപ്പം തന്നെ ഡെക്കറേഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെൻട്രൽ വേൾഡ് മോള്. നമ്മൾ പോകുന്നത് പ്ലാറ്റിനം മോളിലാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് വരാൻ പോകുന്നതുകൊണ്ട് ക്രിസ്മസിൻ്റെ വൈബ് ഇപ്പോഴേ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ പ്ലാറ്റിനം മോളിലെത്തി. ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പിങ്ങിന് ഉണ്ട്. അതായത് 3-4 നില നിറയെ ഷോപ്പിങ്ങിനുള്ളതാണ്. പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഫുഡ് കോർട്ടും ഉണ്ട്. ഫുഡും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ പല റേഞ്ചിലുള്ളതും ഉണ്ട്. അപ്പം ഇതിങ്ങനെ കുഞ്ഞു ഷോപ്പായിട്ടുണ്ട്. ചിലതൊക്കെ ഫിക്സ്ഡ് പ്രൈസാണ്, ചിലതൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് പ്രൈസ് എടുക്കാവുന്നതാണ്. എത്ര രൂപയാണെന്നുള്ളതൊക്കെ ഓൾറെഡി അവിടെ മെൻഷൻഡ് ആയിട്ടുണ്ട്. ചിലതൊക്കെ അവിടെ റേറ്റ്സൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ അവർ റേറ്റ്സ് പറയുന്നതാണ്. അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇപ്പം പിള്ളേർക്കുള്ള സാധനമാണെങ്കിലും വലിയവർക്കുള്ളതൊക്കെ ആണെങ്കിലും എല്ലാ ടൈപ്പ് വെറൈറ്റി ഓഫ് ഐറ്റംസ് അവിടെയുണ്ട്. അതിന് ശേഷം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുഡ് നമ്മൾ ഓരോ കൗണ്ടറിലും ക്യാഷ് കൊടുക്കുമല്ല, നമുക്കിവിടെ ക്യാഷ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടും. അപ്പം ആ കാർഡിനകത്ത് നമുക്ക് ആവശ്യമുള്ള എത്ര ക്യാഷാണോ അതിന് ക്യാഷ് നമ്മൾ പേ ചെയ്ത് ആ കാർഡ് നമുക്ക് തരും. ആ കാർഡാണ് നമ്മളിവിടെ ഓരോ കൗണ്ടറിലും കാണിക്കുന്നത്. ക്യാഷ് കാർഡ് ഞാൻ കാണിച്ചു, അത് ഫുഡിന് വേണ്ടിയുള്ള കാർഡ് വാങ്ങിച്ചു. പ്ലാറ്റിനം ഫുഡ് ഫ്ലോറിൻ്റെ ക്യാഷ് കാർഡ്, അതിനകത്തുള്ള മൊത്തം തിന്നു തീർക്കണം ക്യാഷ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ബില്ല് നോക്കട്ടെ, തീർത്തിട്ടേ പോകത്തുള്ളൂ. അതെ, ഇനിയുണ്ട് 200 രൂപ. അത്രയും കൂടെ തിന്നു തീർക്കണം. ഞാൻ പഠിച്ചതേ ഇതൊക്കെ. ഐ തിങ്ക് നിന്റെ റെഡിയാണ്. അത് കഴിച്ചിട്ടുണ്ട്, നല്ലതായിരുന്നു. അതിനകത്ത് കുറച്ച് മറ്റേ നമുക്ക് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇതാണ് റൈസ്, പിന്നെ ഓംലെറ്റ്, ഗ്രിൽഡ് ചിക്കൻ. ഇത് ടോമിയ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അവര് റൂമിലോട്ട് പോയി. ഞങ്ങൾ അങ്ങോട്ടേക്ക് തുടങ്ങിയത്. അപ്പോൾ ഇത് ജ്യൂസും ഷേക്കും അതുപോലെ തന്നെ ലസ്സിയൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചോക്ലേറ്റ് ഷേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. ഇത് ചെറിയ ഞണ്ട്, കുഞ്ഞ് ക്രാബ് വറുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്പി. ഇത് പ്രോൺസ്, നമ്മുടെ കൊഴുവ പോലത്തെ കുഞ്ഞു മീന്. കണ്ണും വാലും എല്ലാം ഉണ്ട്. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ട് ഐറ്റംസ്. താഴെ വെജിറ്റബിൾസ്, ഹെർബ്സ് ഒക്കെ. ക്രാബാന്ന് തോന്നുന്നു. ദിസ് ഈസ് ക്രാബ്, സ്ക്വിഡ്. ഓക്കെ. നമ്മുടെ കൊഴുവ പോലെ ഉണ്ടോ, മുള്ളൊക്കെ കാണാം.
ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ നിർത്തിയതാണ്, തിരിച്ചു പോകേണ്ടതായതുകൊണ്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഫുഡിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവൾ ജിമ്മ എടുത്തിരിക്കുന്നത് തന്നെയായിരുന്നു കോക്കനട്ട് ഐസ്ക്രീം വിത്ത് മാംഗോ സ്റ്റിക്കി റൈസ്. ഞാൻ എടുത്തിരിക്കുന്നത് 3 ഫ്ലേവറായിട്ട് വരുന്ന 3 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം, ചോക്ലേറ്റ്, ബ്ലൂബെറി ആൻഡ് സം കോക്കനട്ടിൻ്റെ എന്തോ കഴിച്ച് നോക്കും പറയാം എന്ത് ടേസ്റ്റാന്ന്. അതെ, നമുക്ക് അറിയത്തില്ല, നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അതെ, അതെ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഐക്കോൺസിയം മോളിൽ പോകുന്നതാണിത്. കുറച്ച് ബ്രാൻഡഡ് ആയിട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരു മോളാണിത്. അപ്പം ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന പ്ലാറ്റിനം മോൾ കുറച്ചും കൂടെ നമുക്ക് ചീപ്പായിട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരു മോളാണ്. അപ്പം ഇത് നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബോട്ടിലാണ് പോകുന്നത്. ഇതല്ലാണ്ട് ബോട്ടല്ലാണ്ട് ഓപ്ഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ നമ്മളിതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബർ എൻഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഐറ്റംസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ റേഞ്ച് അധികം ഉള്ളതുകൊണ്ട് റേഞ്ച് കുറവുള്ളതുകൊണ്ട് അപ്പം പല ടൈപ്പിലുള്ള ഐറ്റംസ് നമുക്കിവിടെ കിട്ടും. എനിക്കിവിടെ ഏറ്റവും ചീപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡിന് ഭയങ്കര റേഞ്ച് കുറവാണ്. നമ്മൾ എല്ലായിടത്തുനിന്നും ഫുഡ് കഴിച്ചതിനേക്കാളും ഏറ്റവും റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഐറ്റംസും ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ 120 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ കോഴ്സ് മീല് നമുക്ക് ഇവിടുന്ന് കിട്ടുമായിരുന്നു. അത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ ഐറ്റം ഉണ്ട്. ഇപ്പം പോർക്ക് വേണ്ടിയവർക്കാണെങ്കിലും പോർക്ക്, ബീഫ്, അതുപോലെ അല്ലാത്ത ക്രാബ് ഐറ്റംസ്, സീ ഫുഡ് ഐറ്റംസ്, പിന്നെ ഇതുപോലെ തന്നെ എന്താണ് ഈ ഫ്രൈഡ് ഇൻസെക്ട്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെയുണ്ട്. നമുക്കിതുപോലെ തന്നെ ക്യാഷ് കാർഡ് വെച്ചും മേടിക്കാം, അതല്ലാണ്ട് ക്യാഷ് കൊടുത്തും നമുക്കിവിടുന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് കേട്ടോ. ഇപ്പം ഈവൻ നമ്മുടെ ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കറക്റ്റായിട്ട് അറിയാം. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഓരോ ബ്രാൻഡ്സിൻ്റെയും ഓരോ ഷോറൂമായിട്ടുണ്ട്. അപ്പം എല്ലാ വലിയ ബ്രാൻഡ്സിൻ്റെയും ഷോറൂംസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു 3-4 നിലകളായിട്ട്, 4ആണോ 5ആണോ അതിൽ കൂടുതൽ നിലകളായിട്ട് നമുക്കുള്ള ഒരു മോളാണ്. എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ഇവിടെയും ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു നവംബർ എൻഡായപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഓൾറെഡി ആ ക്രിസ്മസിൻ്റെ ആ ഒരു വൈബൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് തായ്ലാൻഡിൻ്റെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു ഇത്. ബാഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഹാൻഡ് മെയ്ഡായിട്ട് അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു ക്രാഫ്റ്റായിട്ട് ചെയ്യുന്ന ഐറ്റംസിൻ്റെയാണ്. അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു കലാവാസനയും കൂടെ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു റേറ്റും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ബാഗ്സ് ആയിട്ടാണെങ്കിലും ഡ്രസ്സ്, അതുപോലെ തന്നെ ചെരുപ്പുകളെല്ലാം തന്നെ ഒത്തിരി ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. അതെ, കുഞ്ഞു കുട്ടി സാധനങ്ങൾ. മറ്റേ ക്യാരക്ടേഴ്സ്, അതെ, ഓരോരോ ക്യാരക്ടേഴ്സ്. അത് എന്ത് കുഞ്ഞിതല്ലേ, ടൈനി ഐറ്റംസ്, അങ്ങനത്തെ കുഞ്ഞു ഐറ്റംസ്, പല ക്യാരക്ടേഴ്സ്.
പിള്ളേർ സെറ്റുകൾക്കൊക്കെ ഇതിനെ ഒന്ന് കാണിക്കുമ്പോഴേ അറിയായിരിക്കും. എനിക്കിത് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇതൊക്കെ പിള്ളേർ സെറ്റുകൾ. ഇപ്പൊ അന്നയൊക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഇതൊക്കെ ആരാന്ന്. ഞങ്ങൾ ടുക്ടുക്ക് വണ്ടി കയറി ഞങ്ങളൊരു ഹെയർ സ്പാ ചെയ്യാൻ പോവാം അല്ലേ? അതെ, ഹെയർ സ്പാ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബോയ്സ് വേറെ വഴിക്ക് പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലേഡീസ് ഡേ ഔട്ട് അല്ലേ? ബാങ്കോക്കിൽ തന്നെ ഹിച്ചുബ എന്ന് പറഞ്ഞൊരു സ്പായുടെ സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ പല കാറ്റഗറിയും അതുപോലെ തന്നെ പല റേഞ്ചിലും ടൈമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 60 മിനിറ്റ്സിൻ്റെ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഹെയർ സ്പായ പ്ലസ് അവിടുത്തെ ഹെർബ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്പായായിരുന്നു. ജിമ്മി നോർമലായിട്ടുണ്ടായിരുന്ന ഒരു ഹെഡ് മസാജും അങ്ങനെ ഒരു സ്പായും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം രണ്ടുപേർക്കും സെപ്പറേറ്റ് റൂമിലാണ് നമുക്കിത് ചെയ്യുന്നത്. റിലാക്സേഷന് കേട്ടു. നല്ല രസമായിരുന്നു. നിനക്കൊക്കെ കേട്ടായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നും വരാൻ പറ്റൂലല്ലോ. എന്നും വരാൻ പറ്റുന്നില്ല. എന്നാലും നമ്മള് ആഗ്രഹിച്ച നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ നടത്തിയെടുത്തു അല്ലേ? നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. ഭയങ്കര പക്ഷെ അവര് ചെയ്ത സർവീസും ഭയങ്കര നല്ലതായിരുന്നു. ഉറങ്ങി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയത്. നീ ഉറങ്ങിപ്പോയോ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങേന്ന് തോന്നുന്നു. പക്ഷെ അപ്പത്തേനും അവര് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നമുക്ക് മെട്രോയിൽ കയറി തിരിച്ച് അവരുടെ അടുത്ത് നമുക്ക് പോവാം. എന്റെ ഫുഡ്, ഇത് ജിമ്മിയുടെ ഫുഡ്. ഇതിന്റെ പേരെന്നാന്നും കൂടെ പറഞ്ഞുതരാം. ഗ്ലാസ് നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഗ്ലാസ് നൂഡിൽസ്. ആ നൂഡിൽസ് മാത്രം ഒന്ന് കണ്ടിച്ചു. ആ നൂഡിൽസ് എടുക്കാൻ പറ്റുമോ? ഗ്ലാസ് നൂഡിൽസ്. പോർക്കിൻ്റെ അല്ലേ? ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസാണ് പറഞ്ഞത്. പക്ഷെ ഇതൊരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഫാൻസി ആയിട്ടുള്ള ഇത് ബാങ്കോക്കിലത്തെ ഓർക്കിഡുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ സെപ്പറേറ്റ്, മാംഗോ 2 സ്ലൈസ് വലിയ മാംഗോ, പിന്നെ സ്റ്റിക്കി റൈസ്, പിന്നെ ഒരു പരിപ്പ് മൂന്നാണ്. എവിടെ? മാംഗോ ബോട്ടിൽ പോവാന്ന്. ബനാന ബോട്ടെന്നാ ഉദ്ദേശിച്ചത്. മാംഗോ ബോട്ടിൽ പോവാന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ലേ? അതെ, അതുണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നു. നല്ല രസമല്ലായിരുന്നു. നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാം ബനാന ബോട്ടിലെ. ഇതിന്റെ പേരെന്നായിരുന്നു? പോർക്ക്, സൺ ഡ്രൈഡ് പോർക്ക്, ഫ്രൈഡ്. അതും കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വിജയ്ക്കൊന്നുമില്ലെന്ന്. എനിക്ക് വളരെ ലൈറ്റ് ആയിട്ട് മതി ഇത് പറഞ്ഞ നമ്മളൊന്നും കൊടുക്കരുത്. അതെ, അതൊന്നും കൊടുക്കരുത്. നമ്മുടെ ഒന്നും കൊടുക്കരുത്. എനിക്ക് ഫുഡ് വേണ്ടത്